ഓക്കെ, ഇനി നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ കേസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ UDL വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ഇതിനെ ഇക്വലൻ്റ് ലോഡാക്കി മാറ്റണം. അപ്പോൾ നമുക്കറിയാം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് നമുക്കൊരു പോയിൻ്റ് ലോഡാക്കി ഇക്വലൻ്റ് ലോഡാക്കി മാറ്റാൻ പറ്റുന്നതാണ്. എവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ് ദ മിഡ് പോയിൻറ്റ്. അപ്പോൾ ഈ ടോട്ടൽ ലോഡിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ സ്മോൾ W ആണ് എൻ്റെ ടോട്ടൽ എങ്കിൽ ആൻഡ് ലെങ്ത് സ്പാൻ ലെങ്ത് ഈസ് L. ഡെഫിനറ്റ്ലി ടോട്ടൽ ലോഡ് W എന്ന് പറയുന്നത് സ്മോൾ W ഇൻറ്റു L ആയിരിക്കും. അതായത് Wൻ്റെ വാല്യൂ നമുക്ക് 2 kN/m എന്നായിരിക്കും യൂണിറ്റ് ഉണ്ടാവും. ലെങ്ത് അതേപോലെ 2 മീറ്റർ എന്നായിരിക്കും. അപ്പോൾ ടോട്ടൽ ലോഡ് W എന്ന് പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് 2 മീറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 kN കിട്ടും. അതായിരിക്കും ഉണ്ടാവാം. ക്ലിയർ? ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശരി, അങ്ങനെ വരുവാണെങ്കിൽ ഇനി പ്രോബ്ലം പഴയ പോലെ അല്ലേ, മിഡ് പോയിന്റിൽ ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുവാണെങ്കിൽ ബാക്കി കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ആണ്. ഡെഫിനറ്റ്ലി ടോട്ടൽ ലോഡിൻ്റെ ഹാഫ് ഇവിടെയും ടോട്ടൽ ലോഡിൻ്റെ ഹാഫ് ഇവിടെയും വരും. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എന്താ ചെയ്യേണ്ടത്? റിയാക്ഷൻ RA ആണ്, റിയാക്ഷൻ RB ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം എഴുതുമ്പോൾ RA + RB ആൻഡ് -W എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ RA + RB = നമുക്ക് എന്ത് എഴുതാം? W എഴുതാം. W എന്താണ്? സ്മോൾ W ഇൻറ്റു L വാല്യൂ. ഇനി മൊമെൻ്റ് എടുക്കുവാണെങ്കിൽ ഈ ലെങ്ത് L/2 ആയിരിക്കും അല്ലേ? ഈ ലെങ്ത് എന്ന് പറയുന്നത് L/2 ആയിരിക്കും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ മൊമെൻ്റ് എടുക്കുമ്പോൾ മൊമെൻ്റ് അബൌട്ട് A എടുക്കുകയാണ്. എന്ന് പറഞ്ഞ പോയിൻ്റ് അബൌട്ട് എടുക്കാം. സോ RA അവിടെ കൂടെ കടന്നു പോകുന്നുണ്ട്. RA × 0 W ഇൻറ്റു L/2. അതെങ്ങനെ ആയിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. RB എന്ന് പറയുന്നത് തിരിച്ചായിരിക്കും ആക്ട് ചെയ്യാം. അപ്പോൾ -RB ഇൻറ്റു L എടുക്കും. ദാറ്റ് ഷുഡ് ബി 0. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് RB എന്ന് പറയുന്നത് W/2 കിട്ടും. ക്യാപിറ്റൽ W/2 കിട്ടും. അഥവാ സ്മോൾ W ഇൻറ്റു L/2 കിട്ടും.